ചെയ്യാൻ വേണ്ടി കസ്റ്റം റെഡി. ഡാമേജും കുറേ ഉണ്ട് നമുക്ക് എടുക്കണമെങ്കിൽ. ഏതൊക്കെ ടീമൊന്ന് ചോദിക്കാൻ ഞാൻ നോക്കട്ടെ. റയലുണ്ട്, പിന്നെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ ഉണ്ട്. ഉമറാ തീരെ അങ്ങനെയൊന്നും ഇല്ലട്ടാ. അങ്ങനെ നമ്മളെ ടീമൊന്നും കസ്റ്റമർ 2 ടീമിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ റയലിനാണ്, ഞാൻ റയൽ ഫാനായത് കാരണം റിയലിൻ്റെ ടീമിലാണ് ഞാൻ നിൽക്കുന്നത്. അഥവാ റയൽ കളിക്കട്ടെ. ഞാനിപ്പോൾ റയൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റയൽ നല്ല കളി കളിക്കുന്നുണ്ട് ഇപ്പോൾ. ഗോളായിരിക്കുന്നു. റയലിൽ കെവെല്ലെ അടിച്ചിരിക്കുന്നു. 113 പ്ലെയറാണ് അടിച്ചിരിക്കുന്നത്. ഞാൻ അപ്പുറത്തെ ടീമായിട്ട് നോക്കുന്നില്ല. അപ്പോൾ എനിക്ക് റയലിൻ്റെ ടീമാണ്, ഞാൻ റയലിൻ്റെ ടീമായത് എനിക്ക് റയലിൻ്റെ കളി കാണാനാണ് ഇഷ്ടം. ഞാൻ റയലിൻ്റെ കളി കാണുകയാണ് ഇപ്പോൾ. അടുത്ത അവരെ ടച്ചാണ്. അവരിൽ കക്കുണ്ടോ? ഫോട്ടോ മാച്ച് ഇതൊക്കെ കീപ്പർ സീൻ കേട്ടോ. പ്ലെയേഴ്സും അതേപോലെ തന്നെ സീൻ തന്നെയാണ്. റയലിൻ്റെ ടീമിന് ഒരു രക്ഷയില്ല. ഇവരൊക്കെ കിണ്ണം കഴിക്കണം. അപ്പോൾ ഒരു ഗോളും കൂടി റയൽ അടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, പോയി എന്തായാലും പോയി. അറ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. മാച്ച് സ്റ്റാർട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗോൾ കീപ്പർ ഇവിടെ എവിടെയൊക്കെ ആയിട്ടാണ്. പന്താണ് ആ ഓടിക്കൊണ്ടിരിക്കുന്ന സാധനം കേട്ടോ. പോലെ എവിടെ കാണാണ്ടല്ലോ. അറ്റാക്കിങ്, കൺട്രോള്. ഗോളടിച്ചോ? റെയിനെ ഗോളടിച്ച്. അടുത്തത് അവരുടെ ടച്ച് ഉണ്ടാവും. അപ്പോൾ 2 മുടുകയാണ്. 2-0 ഇപ്പോൾ നിൽക്കുന്നത്. ആര് ജയിക്കോടാ? അതൊന്നും റയൽ ജയിക്കാനാണ് സാധ്യത. എടാ അടുത്ത വീഡിയോ നമ്മൾ റോബ്ലക്സ് ഒക്കെ കളിക്കണം കേട്ടോ. നമ്മളെ FC മുംബൈയിൽ കുറേ നാളായി കളിച്ചിട്ട് നമ്മൾ ഇതുവരെ എടുത്തു നോക്കിയിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ എന്ത് കളി കളിക്കുന്നത്? കെവലിലെ പാസ് ഇട്ട് കൊടുത്തു. നേരെ കെവലിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. കെവലടിക്കുമോ? ഇല്ല, കെവലടിക്കില്ല. കെവലടിച്ചില്ലേ? അത് അവരെ ഗോൾ കീപ്പറുടെ കൈ കെട്ടിയിട്ട് പോയി. അതിൻ്റെ പുറത്തേക്ക് പിന്നെ അടിച്ചിരുന്നു. പിന്നെയും ത്രോ ചെരിച്ച് തോന്നുന്നില്ല. ഇവിടെ ഒരുത്തൻ്റെ കൈ കിട്ടിയിരുന്നു. ഫെർഗോവൻ്റെ കൈ കിട്ടി, റെയ്നാൻ്റെ കൈ കിട്ടി. ഇതിപ്പോൾ കൈ ഇവനായിരിക്കും കിട്ടിയത്. റോബർട്ടോ അവരുടെ ടീമിൻ്റെ ഹാഫ് ടൈം ആയിട്ട് അവരിതിൽ. റയൽ 2 അവർക്ക് 0 45 മിനിറ്റായി. 90 മിനിറ്റിനാണ് കളി. കളി കഴിഞ്ഞോ? അപ്പത്തിന് അവിടെ അത് കേൾക്കാനുണ്ടായില്ല എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ PC കളിക്കുന്നില്ല? PC എവിടെ? ലാപ്ടോപ്പ് എവിടെയെന്ന് ചോദിക്കുന്നവർക്കാണ്. ലാപ്ടോപ്പ് PC ഒന്ന് അടിച്ചു പോയി. പിന്നെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കൊടുത്ത് പുതിയ വാങ്ങും കേട്ടോ. ഈ മാസം അടുത്ത മാസമായിട്ട് വാങ്ങും. അപ്പോൾ അതിലാണ് നമ്മളത്. അവിടെ 3 പാനിച്ചെല്ലി അടിച്ചടാ. പാനിച്ചെല്ലി അടിച്ച് 3-0 ഇപ്പോൾ നിൽക്കുന്നത്. കളിക്കും. അല്ല, അവരെയും പറയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ഫസ്റ്റ് ടൈമിന് ബാങ്ക് കയറും. അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ അമ്മ കളിക്കുന്ന പ്ലേയേഴ്സാണ്. എന്താണ് അവർക്ക് പറ്റി? റയലിൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഇത്
എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഓനക്ക് പോസിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഒറ്റക്കടിക്കും. ഗോൾ 4 കെവലിലടിച്ച് 113 കെവലിലടിച്ച്. എടാ മോനെ അത് കയറാണ് എന്നെ ഉറപ്പിക്കുക ഗൈസ്. മാഞ്ചസ്റ്റർ അടിക്കാൻ പോണില്ല. ഇനിയിപ്പോൾ ഒരു ഗോൾ പോലും അടിച്ചില്ല ഗൈസ്. സമയം തീരാനായിക്കണ്. എന്തോ ഹാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. അത് നമ്മളെ പ്രശ്നമാണല്ലോ. ഈ നമ്മൾ അതെന്തുണ്ടത് നല്ല ഹാങ് ഉണ്ടോ. സ്പെക്കിട്ട കൊളായ സ്പെക്കിട്ട അങ്ങനെ കൊളാവൊന്നുമില്ല. കെവലൊക്കെ എടുക്കാന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ കയ്യിൽ നിന്ന് പോയതാണ്. കക്കൻ്റെ കൈ കിട്ടിയാൽ പിന്നെ മൊത്തം പോയി ഗൈസ്. കാരണം കക്കൻ്റെ കൈ കിട്ടിയാൽ അങ്ങനെ പോകുന്നല്ലോ കേട്ടോ. റെയിൻ എന്തായാലും അടിക്കും ഗൈസ്. പറഞ്ഞത് അടിച്ച് കഴിഞ്ഞാൽ 113 പ്ലെയർ വരെ അടിയായി. ഒന്നും നോക്കിയില്ല ഒരേ ഒരു മൈൻഡിൽ ആർക്കും ഒരു പാസ് പോലും ഇടാതെ റെയിനെ ഒരു അടിച്ച് ഗോളാക്കിയിട്ടുണ്ട്. മജറ. ഓക്കെ, അടുത്ത പ്ലെയർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി കളി കഴിയും. 83-84 മിനിറ്റൊക്കെ ആയി. കുറച്ചുള്ളൂല്ലോ ഇനി 90 കളി കഴിഞ്ഞ്. എക്സ്ട്രാ ടൈമൊന്നും ഉണ്ടാവില്ല അവർക്ക്. കാരണം സമനിലാണെങ്കിലാണ് എക്സ്ട്രാ ടൈം 3 മിനിറ്റ് ഉണ്ടാവുള്ളൂ. 3 മിനിറ്റ് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. 90 ആയി. എടാ 90 ഫുൾ ടൈമായി ഗൈസ്. ഫുൾ ടൈം 90 മിനിറ്റായി. 5-0 മാഞ്ചസ്റ്റർ. കയ്യൊക്കെ കൊടുക്കാൻ എന്താ മടി ഗൈസ് അവർക്ക്. റയലിനെന്താ പേടി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ റയലിൻ്റെ കളിയെ കാണുള്ളൂ. ഇവർ ഒരു ഗോൾ അടിക്കാതെ അവർ ഗോൾ അടിക്കുന്ന കാണാൻ എനിക്ക് വയ്യ ഗൈസ്. ഞാൻ അവരുടെ ടീമിൽ നിൽക്കാതെ തന്നെ കാണും. റയൽ അത്യാവശ്യം കളിക്കുന്നതാണ്. ഇനി നമുക്ക് കളിക്കാം ഗൈസ്. ഇതൊന്നുമില്ല. നമുക്ക് ഇനി കളിക്കാം ഗൈസ്. നമ്മുടേത് ടാപ്പ് ടു ഓപ്പൺ ഇതൊക്കെ ഉണ്ട്. അമൗണ്ട് കിട്ടിയിരിക്കണോ? നമുക്ക് ഓരോ ദിവസം 1000 ഡയമണ്ട് ഇട്ടിട്ട് കിട്ടാറുണ്ട്. നിങ്ങൾക്ക് കിട്ടാറുണ്ടാവും. നിങ്ങൾക്ക് കട്ടിയും കൂടുതൽ കിട്ടും. കാരണം ഒരു ദിവസം 1000 അല്ല 2000 കിട്ടും. എത്ര ഡയമണ്ട് ഉണ്ട് നോക്കാം. ഒരു മിനിറ്റ്. കുറച്ച് ദിവസം എടുത്തിട്ട് അതൊന്നും നോക്കിയിട്ടില്ല. കളക്ട് ചെയ്യോളാം. പ്ലേ കൊടുക്കാം. നമ്മുടെ പ്രോ 5 ആണ്. എന്താണ് ഗൈസ്, എന്തായാലും നമ്മൾ പവറല്ലേ. റയൽ അതെന്തത് ഒരു കമ്മ്യൂണിറ്റി ആക്കിയാല നമുക്ക്. റയലായിട്ട് ആര് ജയിക്കും തോക്കും അറിയില്ല. നമ്മൾ ജയിക്കാൻ സാധ്യത കുറവാണ്. നാളെ കളിച്ചിട്ട് അപ്പോൾ ഇത് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ഇന്ത്യ വെച്ചാണ് മീൻസ് നമുക്ക് 2 അടിച്ച് ഫസ്റ്റ് ടൈമിനെ ഗോളാക്കാം. നടക്കോ? അതുപോലെ ഗെയിം ടൂർ ചെയ്യാൻ പറഞ്ഞവർക്ക് ഞാനൊരു കാര്യം പറയാം. ഗെയിം ടൂർ ചെയ്യാൻ മടി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എനിക്ക് ക്യാമറ ശരിക്കും പിടിക്കാനറിയില്ല. വീഡിയോ ഒന്നും അത്ര എടുക്കാറില്ല. അടത് ഇതാണിത്. ഞാൻ പാസ് ഇട്ട് കൊടുത്തൊന്നും നല്ലപോലെ പിടിക്കില്ല. പോയി കീപ്പറെ പോയി. ഹാലൻഡ് അടിച്ച് പോയി. അവിടെ റയൽ എങ്ങനെയാണ് ഹാലൻഡ് ഉണ്ടാവുക? അവിടെ അതെന്ത് റയലിൽ ഹാലൻഡ് കളിക്കണം. ഹാലൻഡിൻ്റെ ടീമാണ് നമ്മൾ നേരത്തെ പൊട്ടിച്ച്
ചിത്ത ഗൈസ്. സോറി മാഞ്ചസ്റ്റർ അല്ലേ. വാടാ 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 വാടാ. എനിക്ക് ഏറ്റവും കൂടുതൽ വാടക ഇപ്പറ ഓടിക്കോ നല്ല സ്പീഡ് പോയിക്കോ. എടാ അതേതാ അതിൻ്റെ ഇടയിൽ വന്നിരുന്നിട്ട് കീപ്പർ സീനാണ്. അതിനൊരു രക്ഷയില്ല. നിങ്ങളെ ചോദ്യത്തിനാണ് നമ്മൾ തീരെ പാസ് ഇട്ട് കൊടുക്കാറില്ല. കൊടുക്കല്ലടാ കൂളാവണ്ട. പാസ് ഇട്ട ഒരുത്തനാണെങ്കിലാ ഒന്നും അടിക്കൂല. ഒരു ഗോൾ അടിക്കത്തുള്ളൂ. റെയിനിൻ്റെ ഒരു ഗോള് 15 ഒരു റെയിനിൻ്റെ ഒരു ഗോള് അതൊരിക്കലും അടുത്തത് ആരടിക്കുന്നില്ലയോ അവരെ നമ്മളെല്ലാം ആരടിക്കുന്നതാണ് നിങ്ങൾ കമ്മിറ്റാക്കേണ്ടത്. അടിക്കുന്നുണ്ട് എന്ത് കീപ്പറാണിത്. എനിക്ക് കീപ്പർ എടുത്തതിനെ കൊണ്ടൊന്ന് കൊടുക്കുക ചെയ്യേണ്ടി. ഇത് ഞാൻ സേവ് ഇടാനോട് ഒന്നിനും ഒരു ഇതില്ല. ഒന്നും ഒന്നും ക്ലിയർ സ്പെക്ക് കളിച്ചായിരുന്നു. അടകിൻ്റെ വേറെ സ്പെക്ക് ഇട്ട് കളിപ്പിക്കണേ എന്നിട്ട് എല്ലാവരെയും നമ്മൾ ആക്കും പറഞ്ഞാൽ ആക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ആക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഇതിൻ്റെ വേറെ പ്രസ് നല്ലതെന്ന് ഒരു ചിന്താതൊന്നുമില്ല. അവിടെ അതൊന്നും പി സിയിലാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇത്രയും ക്വാളിറ്റിന്ന് പി സിയിലാണ് വെക്കാം. അഥവാ ലാപ്പിൽ തന്നെ ഞാൻ വെറുതെ പറഞ്ഞാണ് പി സി ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. പി സി ഇല്ല കൈസ്, ലാപ്ടോപ്പ് ഉള്ളത്. ലാപ്ടോപ്പ് കൊടുത്ത് പുതിയ ലാപ്ടോപ്പ് കിട്ടുമ്പോൾ ഇത് മതിയറ മുത്തോ. ഒരു ഉമ്മോടത്തോട്ട് പോരെ മുത്തേ. നമ്മൾ സെലിബ്രേഷൻ കാണിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞു ഈ ജന്തുക്കളാണ് ഇങ്ങനെ സെലിബ്രേഷൻ ഇട്ടുണ്ട്. അടി ഇവരൊന്നും ഒന്നും മൂടാത്തത്. ഓക്കെ ഫുൾ ടൈമായി കളി കാലിൻ്റെ കത്ത പോലെ
ഇട്ടോ കേട്ടോ. വാടാ സ്പെക്ക് കിട്ടീനാന്ന് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർസ റയലുമാണ് ടവർ നിൽക്കുന്നത്. ഇതെല്ലാവരും ജയിക്കും ആര് തോക്കും എന്നറിയില്ല ഗൈസ്. ദ റയൽ ഓർ ബാർസ ലിറ്റിൽ മെസ്സി. ബാർസ ഓർ റയൽ നിങ്ങൾ ആരാണ് പറയൂ ഗൈസ്. നിങ്ങൾ ഏത് ടീമാണെന്ന് കമൻ്റ് ആക്കുക ഗൈസ്. പിന്നെ ഈ വീഡിയോൻ്റെ അടിക്ക് നിങ്ങൾ ഏത് ടീമാണെന്ന് കമൻ്റ് ആക്കുക. കാരണം ഏത് ടീമിനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടീമിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് നോക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് അടി. ഞാൻ റയലിൻ്റെ ഭാഗത്തുണ്ട. ബാർസൊക്കെ അപ്പിയാണ്. ബാർസൊക്കെ വെറുതെ മുത്തേ. പറയേണ്ടിയിരുന്നില്ല. അതിനൊത്ത അതിനെന്താണ് ബാർസൊക്കെ വെറുതെ അങ്ങനെ തന്നെ. റയലെ കാണിച്ചു കൊടുക്കുക. റയൽ മാഡ്രിഡ് എന്താണ് ഇങ്ങനെ അയക്കുന്നത്? ബാർസലോണല്ലേ അടിക്കണ്. ഒരടിക്ക്. ഓ ഇതാ ജഗ്രോവൻ്റെ ഒരു 113 ഒരു പ്ലെയർ ഇതാ ഒരടിച്ചിരിക്കുന്നു. മതിയറ സെലിബ്രേഷൻ. ഇത് മതി മുത്തേ. ഇത് മതി മുത്തേ. ഇനി അടുത്ത ബാർസലോണിൻ്റെ കളിയാണ്. ടച്ചല്ലേ അടി. അവിടെ ഇവർക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ ഇവർ ഞാൻ പറയാം ബാർസ എന്തായാലും ഒന്നെങ്കിലും അടിക്കും.